പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ജോലിക്ക് പോയിക്കോളാൻ വേണ്ടിയിട്ട് നയനയുടെ അടുത്ത് പറഞ്ഞല്ലോ. ആ സന്തോഷത്തില് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ബാഗ് എടുക്കുന്നുണ്ട്. അതിനകത്ത് നയന വരച്ചിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ എടുത്തിട്ട് നോക്കുകയാണ്. എന്നിട്ട് നയനയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഡിസൈനർ കോമ്പറ്റീഷനിൽ നയനയാണ് ഫസ്റ്റ് എന്ന് ജഡ്ജ് വിളിച്ചു പറയുന്ന ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതാണ് കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഡിസൈൻ നോക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ കാര്യമാണ് കേട്ടോ ഓർക്കുന്നത്. നീ നല്ല സൂപ്പറായിട്ട് മോളെ വരയ്ക്കുന്നുണ്ട്, നിന്റെ ഈ കഴിവ് കൊണ്ട് നീ വലിയ ആളായി തീരും. അത് കഴിഞ്ഞ് ഗോവിന്ദനാണെങ്കിൽ നയനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ മോളുടെ കയ്യില് ലക്ഷ്മി കടാക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം. ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും ആലോചിച്ചും കൊണ്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ നയനയുടെ. തുടർന്ന് നയന തന്നെ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് കിച്ചൺ ആണ് എന്റെ ഇടന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്നാ അനി പറഞ്ഞതുപോലെ എന്റെ മാറേണ്ട സമയം ഇതാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഞാന് ആദർശേട്ടന് വേണ്ടി പോവോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ പോയേ പറ്റുള്ളൂ. കരഞ്ഞുകൊണ്ട് ഒരു മൂലക്ക് ഇരിക്കില്ല ഇനി ഞാന്. എന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങള് ലോകത്തെയും ഈ കുടുംബത്തെയും കാണിക്കേണ്ട സമയമാണിത്. അത് ഞാൻ കാണിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ കാണിച്ചു കൊടുക്കും. തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഓഫീസിലെ സ്റ്റാഫ് എല്ലാരും കൂടി ബൊക്കയൊക്കെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആദർശിന്റെ വരവ്. കാറിന്നിറങ്ങിയിട്ട് ആദർശ് ചിന്തിക്കുന്നത്, ഇന്നെന്താ പെട്ടെന്ന് എല്ലാവരും കൂടി ചേർന്ന് ബൊക്കയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്, എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുവാണേ. അങ്ങനെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. തിരിച്ചും ആദർശ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പവിത്രയുടെ കയ്യിലുള്ള ബൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോ, സാർ എന്താ ജോക്ക് ചെയ്യാണോ? ഞാനോ ജോക്കിങ്ങോ? സാറിന് ഞങ്ങൾ എന്തിനാ പെട്ടെന്ന് ബൊക്കയൊക്കെ തരേണ്ട കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ ആർക്കാണെന്ന് ചോദിക്കാണേ ആദർശ്. സാർ മാഡത്തിന് എന്നുള്ള കാര്യം പറയാണേ. അപ്പൊ ആദർശ് ചിന്തിക്കുന്നത്, അമ്മ ഇന്ന് വരുന്നു വല്ലതും പറഞ്ഞോ? സാധാരണയായിട്ട് ബോർഡ് മീറ്റിങ്ങിന് മാത്രമാണല്ലോ അമ്മ വരുന്നത്. അമ്മ എന്തിനാ ഓഫീസിൽ വരുന്നതെന്ന് ആദർശ് എന്നിട്ട് പവിത്രയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, സാറിന്റെ അമ്മയല്ല, ചെറിയ മേഡമാണ് വരുന്നതെന്നുള്ള കാര്യം പറയാണേ. ചെറിയ മേഡോ? അതാരെന്ന് ചോദിക്കണേ ആദർശ്. ആ കറക്റ്റ് സമയത്ത് നയന വന്ന് ഓട്ടോയിൽ ഇറങ്ങുകയാണ് കേട്ടോ. ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്ത് ആണ് ഇറങ്ങി വരുന്നത്. ദേ മേഡം വന്നു എന്ന് പവിത്ര കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്. നയനയെ കണ്ടിട്ട് ആദർശനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവക്കിപ്പോ എന്തിനാ ബൊക്കയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പവിത്ര മാഡം വന്നു വാ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാണ്. വെൽക്കം മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ബൊക്കെ കൊടുക്കുന്നുണ്ട്. 3-4 ആൾക്കാർ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നയന അത് മേടിക്കുകയാണ്. എന്നാ അപ്പോഴും ഇതൊക്കെ കണ്ടിട്ട് ആദർശം ഇങ്ങനെ അൻപരന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോ എന്താന്ന് അറിയാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആദർശം അങ്ങോട്ട് കയറി പോവാണേ. തുടർന്ന് പവിത്ര നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഗ്രേറ്റ് മാം എന്തായാലും വന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ടാണ് ആദർശിനെ നയന നോക്കുന്നത്. നിങ്ങൾ സാറ് ഇവിടെ നിന്ന പോലെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, സാറ് ചിലപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, കാണാൻ മാഡം എന്ന് പറയണേ. അത് കഴിഞ്ഞ് ആദർശ് വീണ്ടും പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്തിനായിരിക്കും നയനയ്ക്ക് എല്ലാവരും ബൊക്കെ കൊടുക്കുന്നത്? അവളാണെങ്കിൽ ടിഫിനുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതിനെന്തിനായിരിക്കും ബൊക്കെ കൊടുക്കുന്നത്? എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തിരിയുന്നത് ജയന്റെ അരികിലേക്കാണ് കേട്ടോ. അപ്പോഴും ആദർശിന്റെ കണ്ണ് നയനേന്റെ അവിടേക്കാണ് കേട്ടോ. അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട്, നീ ചിന്തിക്കുന്നത് എന്തായിരിക്കും നയനമോൾ ഓഫീസിലേക്ക് വന്ന എന്നുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും അല്ലേ? അതെ അച്ഛ, എന്തിനായിരിക്കും നയനയെ എല്ലാവരും വെൽക്കം ചെയ്യുന്നത്? അവൾ ഇന്ന് മുതൽ നമ്മുടെ കമ്പനിയിൽ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. മാസത്തില് അവൾക്ക് 1 lakh സാലറി ഫിക്സ് ചെയ്തു എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാണ് കേട്ടോ ആദർശ്. 10 years കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. നീ എല്ലാം റെഡി ആക്കിയിട്ട് സൈൻ ചെയ്തേക്ക്, ഞാൻ നയനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. ഇത് കേൾക്കുമ്പോൾ 10 years എന്ന് ചോദിക്കുകയാണേ. എന്താ കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി കാണാം എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടുന്ന് പോവാണേ. അങ്ങനെ ആദർശാണെങ്കിൽ ഇടി വെട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണേ. ജയൻ പോയി കഴിഞ്ഞ ശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത്, ദൈവമേ, ഓൾറെഡി അവള് വീട്ടില് എന്തിനാന്നറിയാതെ എന്നെ മൂക്കൊണ്ട് ഇങ്ങായിട്ടാന്ന് വരപ്പിക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഇപ്പൊ ഓഫീസിലും ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ വല്ലതും പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നതാണോന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് ആദർശിന് ഒരു സമാധാനമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണേ. അപ്പോഴാണ് പവിത്ര അതുവഴി പോകുന്നത് കാണുന്നത്. പവിത്ര എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. എന്തിനാ ഓഫീസ് ക്യാഷ് ആവശ്യമില്ലാതെ ചെലവാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സർ ഇതൊന്നും ഓഫീസ് കാശിലല്ല എന്ന് പറയണേ. അപ്പൊ പിന്നെ ആരുടെ കാശിലാണ്? സർ എന്റെ സ്വന്തം ക്യാഷ് കൊണ്ട് മേടിച്ചതാണ്. നയനമ്മയുടെ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. എപ്പോഴേ ഞാൻ ഈ ഓഫീസ് വിട്ട് പോകേണ്ടതായിരുന്നു. മാഡത്തിന്റെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ ജോലിയിൽ തന്നെ നിൽക്കുന്നത്.
അതിനുള്ള നന്ദിയുടെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ബൊക്കെയൊക്കെ വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവൾക്കൊരു പൊന്നാടയൊക്കെ അണിയിച്ചിട്ട് നീ അതിന്റെ തലപ്പത്ത് പോയി ഇരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സർ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയാനട്ടോ. ഇത് കേൾക്കുമ്പോൾ പവിത്ര അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ആദർശിന് നല്ല കളി വരുന്നുണ്ട്. പോ നിന്റെ പണി നോക്ക്. അങ്ങനെ നൈസായിട്ട് പവിത്ര അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശിന്റെ മനസ്സിലേക്ക് വരുന്നത്, ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇവളെ ഓഫീസിൽ പറഞ്ഞുവിടാൻ വേണ്ടി സമ്മതിച്ചോ? ഇനി ഒരു പക്ഷേ ശ്വേതയുടെ കാര്യം അമ്മ അറിഞ്ഞു കാണുമോ? അതുകൊണ്ട് അമ്മയും നയനയും കൂടി ചേർന്നിട്ട് എന്നെ ടോർച്ചർ ചെയ്യുകയാണോ? അവളുടെ കഴിവിന് അവൾ ഓഫീസിലേക്ക് വരുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നത്. ഇപ്പൊ കണ്ടിട്ട് നയനയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ട് അരികിലേക്ക് ചെന്നിട്ട്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ ഞാൻ എന്ത് ചെയ്തു എന്നാ? ഈ ഓഫീസിൽ നിങ്ങളല്ലേ MD? എന്തേ വന്ന ഉടനെ തന്നെ നിനക്ക് സംശയം തുടങ്ങിയോ? അതൊന്നുമല്ല, ഒരു പുതിയ എംപ്ലോയി ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തു. ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് നൽകിയിട്ട് വെൽക്കം ചെയ്യാമായിരുന്നു. നോക്ക്, ഇവിടെ ഞാനാണ് ബോസ് എന്ന് പറയണേ. എനിക്കറിയാം. ഇത് നോക്ക്, ഈ ഡിസൈൻസ് ഒക്കെ ഉടനെ തന്നെ മെയിൽ ചെയ്യണം. നിങ്ങളൊരു പ്രാവശ്യം നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ നോക്കില്ല, എന്താണെങ്കിലും പിന്നെ നോക്കാം. ഒന്ന് നോക്കിയേക്ക്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് വർക്കെല്ലാം നല്ലപോലെ നടക്കുന്നുണ്ടോ, ആദർശിൻ്റെ അടുത്ത് സംസാരിച്ചോന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയാണോ വേണ്ടയോ? അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയാത്തത്. ഇത് കേൾക്കുമ്പോൾ ആദർശിന് ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ടോ. അയ്യോ ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് ഓക്കെ ആക്കാം. അത് കഴിഞ്ഞിട്ട് മെയില് അയക്കാൻ നോക്ക്. എല്ലാം എന്റെ തലയെഴുത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ആദർശ്. ആദർശിന്റെ ആ പോക്ക് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയന. അത് കഴിഞ്ഞിട്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അനാമിക വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോ നയനയെടുത്ത് വരുന്ന സമയമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചോളൂ. ഞാനും അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കും. എങ്ങനെയെങ്കിലും നമ്മള് അവളുടെ ഓഫീസ് പോക്ക് തടയണം. ഇന്ന് വീട്ടിലെ ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു. വേലക്കാർ ചെയ്തത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഐഡിയ എന്തായാലും നല്ലതാണ്. പക്ഷേ ഇത് കേട്ടിട്ട് അവളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നു തോന്നുന്നുണ്ടോ? അതെ, വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് അങ്ങ് മാറ്റിയാൽ മതി. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ശരി, ഇത് വർക്കൗട്ട് ആകും. എന്നാ വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടുപേരും കൂടി നയനയെ ജോലിക്ക് പോകുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്ലാനുമായിട്ട് നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഹാളിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഇരിക്കുന്നുണ്ട്. അവിടേക്കാണ് രണ്ടുപേരും കൂടി ചെന്നിരിക്കുന്നത്. അങ്ങനെ ഓഫീസിൽ നിന്ന് നയന തിരിച്ചു വരികയാണ്. നയന അങ്ങ് കയറി പോകുന്ന സമയത്ത്, നയനെ ഒരു മിനിറ്റ്, ജലജയാണ് കേട്ടോ വിളിക്കുന്നത്. നീ നിന്റെ പാട്ടിന് ഓഫീസിൽ പോയി. ഏട്ടത്തെയും പറഞ്ഞു നിന്റെ അടുത്ത് ഓഫീസിൽ പോയിക്കോളാൻ വേണ്ടിയിട്ട്. എന്നാ ഈ വീട്ടിലെ ടിഫിൻ ആകട്ടെ ലഞ്ച് ആവട്ടെ ഒന്നും ഒട്ടും കൊള്ളില്ല, ഒരുപാട് മോശമായിരുന്നു. ശരി, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ വീട്ടിലുള്ള വയസ്സായ ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കി വെച്ചിട്ട് പോക്കണം. റൈസ് വേണമെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വെച്ചോളാം. എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുകയാണ് ജലജ. ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കും നയനെ. നീ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇവിടെയും വന്ന് കഷ്ടപ്പെടണമെന്നോ? എന്താ അമ്മേ പുതിയതായിട്ടൊരു കാര്യം പറയുന്നത് പോലെ? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ ഇത് എന്ന് ചോദിക്കാണ് കേട്ടോ ജലജ. വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ വീട്ടില് ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് അവള് മാത്രം എന്തിനാ കഷ്ടപ്പെടുന്നത്? അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ അതെ, ഇവിടെ സ്പെഷ്യൽ ആണല്ലോ, കാരണം ഇവളല്ലേ ഈ വീട്ടിലെ മഹാറാണി. അവള് അവളുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോയിട്ട് വരും ജോലിയായിട്ട്. എന്നാ നമ്മൾ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും മുത്തശ്ശിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാതെ അവിടെ എണീറ്റിട്ട് പോവാണ്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, വന്ന് ഈ വീട്ടിൽ മുതിർന്നവർക്ക് എങ്ങനെ ബഹുമാനിക്കേണ്ട എന്നുള്ള കാര്യം പോലും ഒരെണ്ണത്തിനും അറിയില്ല. മുത്തശ്ശൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ അടി ഉണ്ടാക്കിയില്ലേ? ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ജന്മങ്ങൾ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ ആവല്ലേ. എന്നിട്ട് ജാനകിക്ക് അരികിലേക്ക് ചെന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി നിന്റെ പ്രശ്നം? നാളെ മുതല് നയനയും ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയാണേ. അവളുടെ പാട്ടിനെല്ലാം ഇട്ടിട്ട് പോയാൽ അതിനർത്ഥം എന്താ? ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിന്റെ അരുമയായ മരുമകള് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിച്ചന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഓഫീസ് അസിസ്റ്റന്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ടയേർഡ് ആയിരിക്കും എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇനി ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും അനാമിക തന്നെ നോക്കണം.
നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒത്താശ ചെയ്താൽ മതി. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി, നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ജലജെ, ജാനകി, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മരുമകളുമായി ചേർന്ന് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, മനസ്സിലായോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോവാണ് കേട്ടോ. അതിന്റെ പുറകെ ദേവയാനിയും. അത് കഴിഞ്ഞ് നയന എല്ലാത്തിനും ഒരു നോട്ടം നോക്കിയിട്ട് നയന അവിടുന്ന് ഉള്ളിൽ കേൾക്കി പോവാണ്. ആ സമയത്ത് നമ്മുടെ അനാമികയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ആ കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മുടെ നവ്യയുടെ എൻട്രി. കൈ അടിച്ചും കൊണ്ടാണ് വരുന്നത്. നല്ലോണം ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സബാഷ്, വന്ന് ഈ വീട്ടില് അത്ഭുതപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കേൾക്കാൻ നല്ല സന്തോഷമായിട്ടുണ്ട്. നാളെ എത്ര മണിക്കാ ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ അലാറം വെച്ച് എണീറ്റിട്ട് നിങ്ങളെ വന്ന് കാണാം. ഇത് കേൾക്കുമ്പോൾ ജലജയുടെ നെഞ്ചത്ത് ശരിക്കും വെട്ടി കൊണ്ട പോലെയാണ് കേട്ടോ. ഹാ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ അവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് നടന്നങ്ങ് പോവാണേ. അത് കഴിഞ്ഞ് അനാമികന്റെ അടുത്ത് ജലജ പറയുന്നുണ്ട് കേട്ടോ, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ പിരികേറ്റി വിട്ടിട്ട് ഇപ്പം കിച്ചന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലായി. എന്തിനാ അനാമിക നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ. കൂടെ നിന്ന എനിക്ക് തന്നെ ഈ അവസ്ഥയായല്ലോ എന്ന് പറയുമ്പോൾ ആന്റി എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ? അയ്യോ, ദയവ് ചെയ്തിട്ട് എന്നെ വിട്ടേക്ക്. കിച്ചണിൽ നിൽക്കുന്ന കാര്യം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവാണ്. അയ്യോ, എന്റെ മേക്കപ്പ്, എന്റെ സ്കിന്ന്, അയ്യോ എന്താകും, എനിക്ക് ആവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ജലജ. ജാനകിയാണെന്നുണ്ടെങ്കിൽ അനാമികയുടെ അടുത്തൊന്നും മിണ്ടാതെ തല കുനിച്ചിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. എന്ത് ചെയ്യാനാന്നുള്ള മട്ടില്. അങ്ങനെ അനാമികയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.